friends, എല്ലാവർക്കും AbduTalks-ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ കെട്ടിടം അതല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ത് തന്നെ ആവട്ടെ, നമ്മുടെ വീട്, അതിന്റെയൊക്കെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒട്ടുമിക്ക ആവശ്യങ്ങൾക്കും നമുക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇപ്പൊ ഒരു റേഷൻ കാർഡ് എടുക്കാൻ, റേഷൻ കാർഡിലെ അഡ്രസ്സ് തിരുത്താന്, അതല്ലെങ്കിൽ നമുക്ക് ഒരു വാട്ടർ കണക്ഷൻ എടുക്കാൻ, അത് അങ്ങനെ നമുക്ക് ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒരുപാട് ആവശ്യങ്ങൾക്ക് നിർബന്ധമായി വരുന്നതാണ്. അപ്പൊ ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഓൺലൈനിൽ നിന്നും വളരെ സിമ്പിളായി ഫ്രീ ഓഫ് കോസ്റ്റ് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ കെട്ടിടം ഏത് ജില്ലയിലാണ് എന്നും ഏത് പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണ് എന്നും ആ കെട്ടിടത്തിന്റെ നമ്പർ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതുപോലെ ആ കെട്ടിടം ഏത് വാർഡ് നമ്പറിലാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങൾ കഴിഞ്ഞ വർഷം, അതായത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന വർഷത്തെ ബിൽഡിംഗ് ടാക്സ് അടച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇങ്ങനെ നിങ്ങൾ ബിൽഡിംഗ് ടാക്സ് അടച്ചില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ബിൽഡിംഗ് ടാക്സ് നിങ്ങൾ അടക്കണം. ബിൽഡിംഗ് ടാക്സ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം ഇതിന്റെ കംപ്ലീറ്റ് പ്രോസസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഒരു ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുക. അതോടുകൂടെ tax.lsgkerala.government.in, അതായത് നമ്മൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒരു വെബ്സൈറ്റ് ലിങ്ക് കാണാം. അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി നമ്മൾ ആദ്യം നമ്മുടെ ഡിസ്ട്രിക്റ്റ് നമ്മളിവിടെ ചൂസ് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ബിൽഡിംഗ് ഇപ്പോൾ ഉള്ളത് കോർപ്പറേഷനിലാണോ അല്ല മുനിസിപ്പാലിറ്റിയിലാണോ അല്ല ഗ്രാമപഞ്ചായത്തിലാണോ, ഇത് ഏതാണെന്ന് വെച്ചാൽ അത് റൈറ്റ് ചൂസ് ചെയ്തിട്ട് താഴെ കാണുന്ന സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഞാനിപ്പോൾ ഇവിടെ കണ്ണൂർ ജില്ല ഗ്രാമപഞ്ചായത്താണ് ഞാനിവിടെ ചൂസ് ചെയ്ത്. അപ്പോൾ സെർച്ച് ക്ലിക്ക് ചെയ്തപ്പം കണ്ണൂർ ജില്ലയിൽ വരുന്ന എല്ലാ ഗ്രാമപഞ്ചായത്തും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ബിൽഡിംഗ് ഇപ്പോൾ നിലവിലുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണോ അതിന് നേരെ കാണുന്ന സെലക്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മളിവിടെ കാണുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും അവസാനമായിട്ട് വാർഡ് തരം തിരിച്ച വർഷം, അതായത് നമ്മുടെ ബിൽഡിങ് നമുക്ക് അവസാനം ബിൽഡിംഗ് നമ്പർ കിട്ടിയ വർഷം അത് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ചൂസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മുടെ വാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കെട്ടിട നമ്പർ, ഇനി കെട്ടിട നമ്പറിന് ശേഷം ഒരു സ്ലാഷ് ഇട്ടിട്ട് ഏന്നോ 1 എന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കെട്ടിട നമ്പർ ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തായിട്ട് ചുമരിനൊക്കെ ആയിട്ട് പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കോർപ്പറേഷൻ എന്നൊക്കെ വന്നിട്ട് ഇതുപോലെ സ്റ്റിക്കർ പതിച്ചതായിട്ട് കാണാം. അതിൽ നിങ്ങളുടെ വാർഡ് നമ്പർ ഏതാണെന്നും കെട്ടിട നമ്പർ ഏതാണെന്നൊക്കെ വ്യക്തമായി നിങ്ങൾ കാണാം. ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജ്, അതായത് റേഷൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ കെട്ടിട നമ്പർ വാർഡ് നമ്പറൊക്കെ നിങ്ങൾ കാണാം. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ താഴെ കാണുന്ന സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ കെട്ടിട ഉടമയുടെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ വാർഡ് ഏതാണ്, കെട്ടിട നമ്പറൊക്കെ കാണാം. അപ്പോൾ ഇത് നിങ്ങളുടെ വിവരങ്ങളാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇവിടെ കെട്ടിട ഉടമയുടെ പേരിന് മുകളിലായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടെ ഇവിടെ നിങ്ങളുടെ കെട്ടിടത്തിൻ്റെ പഴയ നമ്പർ ഏതാണെന്നും നിങ്ങളുടെ പഴയ വാർഡ് നമ്പർ ഏതാണെന്നും പുതിയ കെട്ടിട നമ്പർ ഏതാണെന്നൊക്കെ നിങ്ങൾ കാണാം. അതുപോലെ ഇവിടെ കെട്ടിടത്തിന് മുൻപ് അടച്ചുകൊണ്ടിരുന്ന നികുതി എത്രയാണെന്നും ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന നികുതി എത്രയാണെന്നും ഒക്കെ നിങ്ങൾ കാണാം. ഇനി ഇവിടെ താഴെ കാണുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഏറ്റവും അവസാനം, അതായത് ഈ കറണ്ട് വർഷത്തെ ബിൽഡിംഗ് ടാക്സ് നിങ്ങൾ അടച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കാണില്ല. നിങ്ങൾക്ക് ഇതുപോലെ റെഡ് മെസ്സേജാണ് കാണുക. അതായത് നിങ്ങൾ കറണ്ട് വർഷത്തെ ബിൽഡിംഗ് ടാക്സ് അടക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അവൈലബിൾ അല്ല എന്നാണ് നിങ്ങൾക്ക് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആദ്യം ബിൽഡിംഗ് ടാക്സ് നിങ്ങൾ എത്രയും പെട്ടെന്ന് അടയ്ക്കേണ്ടതാണ്. അതെങ്ങനെ അടക്കാന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നാണ് നിങ്ങൾ കറക്റ്റ് ബിൽഡിംഗ് ടാക്സ് ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ബാങ്കിലേക്ക് കൊടുക്കാനാണോ, അല്ലെങ്കിൽ റേഷൻ കാർഡിന്, അല്ലെങ്കിൽ സിവിൽ സപ്ലൈ, വാട്ടർ കണക്ഷന് വേണ്ടിയിട്ടാണോ? അപ്പോൾ ഏതാണോ നിങ്ങളുടെ ഓപ്ഷൻ, ആ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അതോടുകൂടി നമ്മുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ റെഡി ആയിരിക്കുകയാണ്. അതായത് വളരെ എളുപ്പത്തിൽ ഒരു ഫീസോ ഒന്നുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ ഒരു 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് ഒന്നും വേണ്ട, നമുക്ക് ഈ നമ്മുടെ ബിൽഡിംഗ് നമ്പറൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇതോടുകൂടെ നിങ്ങളുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എങ്ങനെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.